10, 9, 8, 7, 6, 5, 4, 3, 2, 1, 0. Plus 5 seconds. Lift off normal. That's a marvelous liftoff of PT PSLV tracking. C-60 SpaceX mission on the go. Plus 15 Sleek seconds. PSLV ഇതിന്റെ core-load വിക്ഷേപണമാണ് vehicle ഇപ്പോൾ saluted നടന്നിരിക്കുന്നത്. against the night sky. ഉപഗ്രഹങ്ങളെ A beautiful ബഹിരാകാശത്ത് sight to വെച്ച് behold. ഭൂമിയിൽ നിന്ന് 470 കിലോമീറ്റർ ഉയരത്തിലുള്ള ഭ്രമണപഥത്തിൽ വെച്ച് കൂട്ടിയോജിപ്പിക്കുന്ന അതിസങ്കീർണമായ പ്രക്രിയയുടെ പരീക്ഷണമാണ് ഇസ്രോ നടത്താൻ പോകുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള വിക്ഷേപണമാണ് ഇപ്പോൾ ഉപഗ്രഹങ്ങളുമായ റോക്കറ്റ് PSLV ആകാശത്തേക്ക് കുതിച്ചുയരുകയാണ്. सभी तंत्र सामान्य निष्पादन करते हुए रेंज ऑपरेशन डायरेक्टर ने इसकी पुष्टि की है। प्रथम चरण का निष्पादन पूरी तरह सामान्य है। प्रथम चरण का कुल कार्यकाल लगभग 111 सेकंड का होगा। Plus 1 minute. Sharp 1 minute tracking. 1 മിനിറ്റ് പൂർത്തിയായിരിക്കുന്നു വിക്ഷേപണം നടന്നിട്ട്. S139 നിലവിലെല്ലാം motor currently കൃത്യമായി testing, developing ഉള്ള 4,800 അളവുകോലുകളിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. Its 138 ton solid propellants take ഇസ്രോയുടെ 111 seconds to deplete. നേട്ടങ്ങളുടെ പട്ടികയിലേക്ക് മറ്റൊന്നുകൂടി കൂട്ടിച്ചേർക്കപ്പെടുകയാണ്. ഇന്ന് ഈ വിക്ഷേപണത്തിന് ശേഷം 10-14 ദിവസത്തിനകമാണ് ഈ ഉപഗ്രഹങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന പ്രക്രിയ നടക്കാൻ പോകുന്നത്. पूरी तरह साफ दिखाई देगा हमें। ഇന്ത്യയുടെ ഭാവിയിലെ ബഹിരാകാശ ദൗത്യങ്ങളിലൊക്കെ നിർണായകമാകുന്നതാണ്. പ്രത്യേകിച്ചും മനുഷ്യനെ വഹിച്ചുള്ള ദൗത്യങ്ങളിലൊക്കെ സഹായകരമാകുന്ന അല്ലെങ്കിൽ അതിൻ്റെ മുന്നോട്ട് പോക്കിനു കൂടി ഏറെ പ്രയോജനം ചെയ്യുന്ന ഒരു പരീക്ഷണ ഘട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീധരനുണ്ട്. ശ്രീധരൻ, 2 മിനിറ്റ് കഴിയുന്നു. എല്ലാം കൃത്യമായി മുന്നോട്ട് പോകുന്നു അല്ലേ? First stage separated, second stage engine started. തീർച്ചയായിട്ടും ഇപ്പോൾ നമുക്ക് കേൾക്കാം. ആദ്യ സ്റ്റേജ് സെപ്പറേഷൻ 1 മിനിറ്റ് 50 സെക്കൻഡ് പിന്നിടുമ്പോൾ കൃത്യമായിട്ട് തന്നെ പ്രതീക്ഷിച്ച പോലെ തന്നെ അത് പൂർത്തിയാക്കാൻ ആയിരിക്കുന്നു. ഇതിന്റെ വിക്ഷേപണവും ആദ്യ ലിഫ്റ്റ് ഓഫ് ചെയ്യുന്ന നടപടിയും കൃത്യമായി നോർമൽ ആയിട്ട് തന്നെയാണ് എന്നും ISROയുടെ അറിയിപ്പ് ഇതിനോടകം വന്നിട്ടുണ്ട്. ഇനി ഉള്ളത് സ്റ്റേജ് 2 ആണ്. ഇഗ്നീഷനും സെപ്പറേഷനും അത് 4 മിനിറ്റ് 20 സെക്കൻഡ് പിന്നിടുമ്പോഴാണ്. മൂന്നാം ഘട്ടം വരുന്നത് 10 മിനിറ്റും 40 സെക്കൻഡും പിന്നിടുമ്പോഴാണ്. ഈ സമയത്താണ് ഉപഗ്രഹങ്ങൾ പൂർണ്ണമായും ഭ്രമണപഥത്തിലേക്ക് ഭൗമപഥത്തിൽ നിന്ന് 470 കിലോമീറ്റർ ദൂരെയുള്ള ഭ്രമണപഥത്തിലേക്ക് ഉപഗ്രഹങ്ങൾ ഇജക്റ്റ് ചെയ്യുക. ഏതാണ്ട് 10 മിനിറ്റോളം അതിനെടുക്കും. അതിനുശേഷം ഈ 15 മിനിറ്റ് പിന്നിടുമ്പോൾ തന്നെ ഈ മറ്റ് പേലോഡുകൾ 24 പേലോഡുകൾ ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. വിവിധ പരീക്ഷണങ്ങൾ നടത്തുന്നതിന് വേണ്ടി അവയുടെ ഇജക്ഷനും നടക്കും. ഏതായാലും ആദ്യ ഘട്ടങ്ങൾ ഇപ്പോൾ വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ ആഹ്ലാദകരമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ആ നാഴികക്കല്ലിലേക്ക് സ്പേസ് ഡോക്കിംഗ് സാങ്കേതികവിദ്യ വിക്ഷേപണം എന്ന ആ നാഴികക്കല്ലിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇതിന്റെ ഏതാണ്ട് ജനുവരി 6-നും 10-നും ഇടയ്ക്കുള്ള തീയതികൾ ഉള്ള ഒരു ദിവസങ്ങളിലായിരിക്കും ഇത് കൂട്ടിയോജിപ്പിക്കുന്ന ആ സ്പേസ് ഡോക്കിംഗ് നടപടി ഉണ്ടാവുക എന്നാണ് ISRO ഇപ്പോഴത്തെ അവരുടെ കണക്കുകൂട്ടൽ ഉള്ളത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ആദ്യ ഘട്ടം പിന്നിട്ടു. ഇനിയുള്ളത് 2ാം ഘട്ടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ 2 ഉപഗ്രഹങ്ങൾ ടാർഗറ്റും അതുപോലെ തന്നെ ചേസറും. ടാർഗറ്റാണ് അല്പം മുൻപിലേക്ക് പോവുക. 220 കിലോഗ്രാം ഭാരമുള്ള 2 ഉപഗ്രഹങ്ങളാണ്. ഈ 2 ഉപഗ്രഹങ്ങൾ ഭ്രമണപഥത്തിൽ വിക്ഷേപിച്ച ശേഷം 2ആയിട്ടാണ് വിക്ഷേപിക്കുന്നത്. തുടർന്ന് ഇത് ദൂരം കുറച്ച് ഏതാണ്ട് 20 കിലോമീറ്റർ അകലത്തിലായിരിക്കും ഇതിന്റെ ഭ്രമണപഥത്തിലെ സ്ഥാനം. അത് പിന്നീട് കുറച്ച് കൂട്ടിയോജിപ്പിക്കുകയാണ് ലക്ഷ്യമിടുന്നത്. ഏറ്റവും പ്രധാനം ദിവിഷെ 2035 ഭാരതീയ അന്തരീക്ഷ നിലയം അത് സ്ഥാപിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ISROയുടെ മുൻപിലുള്ള ഒരു ലക്ഷ്യം. അതിലേക്കുള്ള ഏറ്റവും സുപ്രധാന ചുവടുവയ്പ്പാണ് ഇതെന്നുള്ള കാര്യത്തിൽ
യാതൊരു തർക്കവുമില്ല. ഈ പല പല ഭാഗങ്ങളായിട്ട് മാത്രമേ ബഹിരാകാശ നിലയത്തെ മുകളിലേക്ക് വിക്ഷേപിച്ച് ബഹിരാകാശത്ത് എത്തിച്ച് കൂട്ടിയോജിപ്പിച്ച ശേഷം മാത്രമേ ഈ നിലയം സാധ്യമാക്കാനാകൂ. അതിനുള്ള സാങ്കേതിക വിദ്യ സ്വായത്തമാക്കുകയാണ് ഇപ്പോൾ ISRO ചെയ്യുന്നത്. അതിന്റെ വിക്ഷേപണം ആദ്യഘട്ടത്തിൽ ഇപ്പോൾ പുരോഗമിക്കുന്നു. വളരെ മികച്ച രീതിയിൽ ആദ്യഘട്ടം ഇപ്പോൾ മുന്നോട്ട് പോകുന്നു. അടുത്ത ഘട്ടം എന്നുള്ളത് 4 മിനിറ്റ് 20 സെക്കൻഡ് എന്നുള്ളതാണ്. അതിലേക്കുള്ള ഒരു കാത്തിരിപ്പിലാണ്, പ്രയാണത്തിലാണ് ഇപ്പോൾ PSLV ഉള്ളത്. നിലവിലേതായാലും നേരത്തെ ഞാൻ സൂചിപ്പിച്ചു 24 ചെറു പരീക്ഷണങ്ങൾ. അതിലെ ഏറ്റവും പ്രധാനം ബഹിരാകാശത്ത് വെച്ച് സസ്യജാലങ്ങൾ, അത് പയർ വിത്താണ് ഈ പേലോഡിന് ഒപ്പം പേലോഡായിട്ട് ഉള്ളത്. ഈ പയർ വിത്ത് അവിടെ മുളപ്പിച്ച് അതിൻ്റെ പഠനം, ബഹിരാകാശത്ത് ഉള്ള ഈ സസ്യകോശങ്ങൾ എങ്ങനെ വളരുന്നു എന്നതിനെ കുറിച്ചുള്ള ഒരു പഠനം ഈ 24-ൽ ഒന്നാണ്, ഒരു ലക്ഷ്യമാണ്. അതോടൊപ്പം തന്നെ ഭാവിയിൽ ഈ ബഹിരാകാശ നിലയങ്ങൾ ഒരുപാട് വരുന്നു. അങ്ങനെ അവിടെ കൂടുതൽ മാലിന്യങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ബഹിരാകാശ മാലിന്യങ്ങൾ വീണ്ടെടുക്കാനുള്ള ഒരു സംവിധാനം കൂടി, ഒരു പരീക്ഷണം കൂടി ഇതോടൊപ്പം നടത്തുന്നുണ്ട്. അങ്ങനെ 24ഓളം ചെറു പരീക്ഷണങ്ങൾ കൂടി ഇതിനോടൊപ്പം ഈ സ്പേഡക്സിനൊപ്പം നടക്കുന്നുണ്ട്. നമ്മൾ ഒന്ന് ഓർക്കണം, നേരത്തെ സോവിയറ്റ് യൂണിയൻ, അതായത് റഷ്യ, അതോടൊപ്പം തന്നെ നാസ, USA, ചൈന, ഈ രാജ്യങ്ങൾ മാത്രമേ നിലവിൽ ഈ സ്പേസ് ഡോക്കിംഗ് സാങ്കേതിക വിദ്യ കരസ്ഥമാക്കിയിട്ടുള്ളൂ. അതിലേക്കുമാണ് നമ്മുടെ അഭിമാനമായിട്ടുള്ള ISRO ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ആ ശാസ്ത്രജ്ഞരുടെ ദൃശ്യങ്ങളൊക്കെ കാണാം. അവരെല്ലാം തന്നെ പിരിമുറുക്കത്തിലാണ്. ഇതെങ്ങനെയാകും, അതായത് സ്വാഭാവികമായിട്ടും ലോഞ്ച് എന്നുള്ളത് നമുക്ക് കൃത്യത വളരെയധികം അവകാശപ്പെടാവുന്ന ഒരു ഏജൻസിയാണ് ISRO എന്നുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ മികച്ച രീതിയിൽ നമുക്ക് ഇത് പൂർത്തീകരിക്കാനാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഏതാണ്ട് 4 മിനിറ്റിനോട് കഴിഞ്ഞിരിക്കുന്നു. കൃത്യമായിട്ട് ആ ലെവൽ കൂടി, രണ്ടാമത്തെ ലെവൽ കൂടി കൃത്യമായിട്ട് പൂർത്തീകരിക്കാൻ ആയിട്ടുണ്ട്. ഇപ്പോൾ ഔദ്യോഗികമായിട്ട് വരുന്ന സക്സസ്ഫുള്ളി ലോഞ്ചസ് SpaceX and 24 പേലോഡ്സ് എന്നാണ്. എന്തായാലും ശ്രീധര, നമുക്ക് പ്രതീക്ഷയോടെ തന്നെ കാത്തിരിക്കാം. ഇനി ഉള്ള ദിവസങ്ങൾ കൂടി നിർണായകമാണ് ആ പ്രക്രിയയായി. SDX-01-ഉം 02-ഉം ഇത് രണ്ടും കൂടി കൂട്ടിയോജിപ്പിക്കുന്ന ആദ്യം കിലോമീറ്ററുകളുടെ അകലത്തിൽ അത് ഭ്രമണപഥത്തിൽ ഉണ്ടാകും. പിന്നീട് അകലം കുറച്ചു വന്ന് 3 മീറ്റർ വരെ അകലത്തിൽ അത് സഞ്ചരിച്ച് പിന്നീടാണ് ഡോക്കിംഗ് പ്രക്രിയ നടക്കുക. തീർച്ചയായും നമ്മുടെ ഭാരതീയ അന്തരീക്ഷ കേന്ദ്രത്തിന്റെ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ മുന്നോട്ടു പോക്കിന് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു പരീക്ഷണ വിജയമാണ് നമ്മൾ നേടാൻ പോകുന്നത്. അതിന്റെ ഈ 2024 കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ 2025 നമ്മൾ പ്രവേശിക്കുമ്പോൾ ബഹിരാകാശ ദൗത്യങ്ങളുടെ കൂട്ടത്തിൽ വളരെ നിർണായകമായ ഒരു ചുവടുവയ്പ് നമ്മുടെയൊക്കെ അഭിമാന സ്ഥാപനമായ ISROയ്ക്ക് നടത്താൻ കഴിഞ്ഞു എന്ന വലിയ അഭിമാനവും ആഹ്ലാദവും തീർച്ചയായും രാജ്യത്താകമാനമുള്ള ജനങ്ങൾക്കുണ്ടാകുന്ന നിമിഷമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് ഈ വിക്ഷേപണം നടന്നത്.